അതായത് സിൻഡിക്കേറ്റിൽ നിയമവിരുദ്ധവും ക്രമവിരുദ്ധവുമായിട്ടുള്ള നടപടിക്രമങ്ങൾ വൈസ് ചാൻസലർ തുടരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇതിനെ സിൻഡിക്കേറ്റ് വളരെ ഗൗരവമായി കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഇൻചാർജിന് ഒരു കത്ത് കൊടുത്തിരിക്കുകയാണ്. സർവകലാശാലയിൽ തുടർച്ചയായി നിയമവിരുദ്ധ പ്രവർത്തനം, ക്രമവിരുദ്ധമായ പ്രവർത്തനം വൈസ് ചാൻസലർ നടത്തുന്നതിൻ്റെ ഭാഗമായി നിരവധി പ്രയാസങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചെല്ലാം വിശാലമായ ചർച്ച നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് വൈസ് ചാൻസലർക്ക് കത്ത് കൊടുത്തിരിക്കുന്നു. അദ്ദേഹം സിൻഡിക്കേറ്റ് അടിയന്തരമായി വിളിക്കണം. അദ്ദേഹത്തിന് ഇല്ലാത്ത അധികാരങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞു DDFSന്റെ ലോഗിൻ കോഡ് മാറ്റിക്കൊടുത്തെന്ന്. ഒന്നും മാറ്റിയിട്ടില്ല. രജിസ്ട്രാർ KS അനിൽകുമാറിൻ്റെ കയ്യിൽ തന്നെയാണത്. അതൊക്കെ തെറ്റായ രീതിയിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിലായവർ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ KS അനിൽകുമാറിൻ്റെ കയ്യിൽ തന്നെയാണ് DDFSന്റെ ലോഗിൻ കോഡ്. അതൊന്നും ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ആരെങ്കിലും ഏതെങ്കിലും തെറ്റായ ഉത്തരവിൻ പ്രകാരം ഈ സർവകലാശാലയിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു ഫയൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് സർവകലാശാലയുടെ തീരുമാനമായി മാറില്ല. അത്തരം പ്രവൃത്തി ചെയ്യുന്ന ആരായാലും, എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും, അവർ ഭാവിയിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. തർക്കമില്ല. മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ താങ്കൾക്ക് എന്തായാലും സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിയമപരമായി ഈ വിഷയത്തെ നേരിടാനാണ് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരുങ്ങുന്നത്. അവർ നിയമോപദേശം തേടിക്കഴിഞ്ഞു. അവർ ഹൈക്കോടതിയെ ഇന്ന് തന്നെ സമീപിക്കാനുള്ള നീക്കങ്ങളാണ് കാണുന്നത്. ഇതിനെങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ചില ആളുകൾ എങ്ങനെയാണ് നിയമപരമായി പോകുന്നത് എനിക്കറിയത്തില്ല. അത് വരുമ്പോൾ നമുക്ക് കാണാം. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ 2 രജിസ്ട്രാർ ഉണ്ടെന്ന്. നേരത്തെ രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരായി സിൻഡിക്കേറ്റിൻ്റെ അധികാരം പ്രയോഗിച്ച് അദ്ദേഹത്തെ നടപടിയെടുത്തത് തെറ്റാണെന്ന് ഞങ്ങൾ അന്ന് നിങ്ങളോട് പറഞ്ഞു, പൊതുസമൂഹത്തിനോട് പറഞ്ഞു. ഞങ്ങളത് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു, തിരുത്തി KS അനിൽകുമാർ ഇവിടെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം രജിസ്ട്രാറായി തുടരുകയാണ്. ആ ഘട്ടത്തിലാണ് വീണ്ടും സിൻഡിക്കേറ്റിൻ്റെ അധികാരം കവർന്നെടുത്തുകൊണ്ട് തെറ്റായ ചില നടപടികൾ ഡോക്ടർ സിസ തോമസ്, 8 ദിവസത്തേക്ക് താൽക്കാലിക വൈസ് ചാൻസലറായി വന്ന ഡോക്ടർ സിസ തോമസ് നടത്തിയിരിക്കുന്നത്. തികച്ചും സ്റ്റാറ്റ്യൂട്ടിൻ്റെ വയലേഷനാണ്. സിൻഡിക്കേറ്റിൻ്റെ അധികാരം കവർന്നെടുത്തിരിക്കുകയാണ്. അതായത് കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് 1977, സ്റ്റാറ്റ്യൂട്ട് 23, ടെമ്പററി വേക്കൻസി ഓഫ് രജിസ്ട്രാർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് സ്റ്റാറ്റ്യൂട്ടിൽ. അവിടെ പറയുന്നു, രജിസ്ട്രാർ ഇല്ലെന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രാറുടെ ചുമതല കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സിൻഡിക്കേറ്റിൽ നിക്ഷിപ്തമാണ്. സ്റ്റാറ്റ്യൂട്ട് പറയുകയാണ്. അത് ലംഘിച്ചിരിക്കുകയാണ്. ഇവിടെ ആർക്കണ്ടോ ഒരു താൽക്കാലികമായി ചുമതല കൊടുത്തു എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഫയലൊക്കെ നോക്കുന്നതെന്ന് പറയുന്നില്ലയോ ഒരു രജിസ്ട്രാർ എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്നവർ, അവർക്ക് നിയമപരമായി ആ ഒരു ഓർഡർ പോലും ഇറങ്ങിയിട്ടില്ല. ഓർഡർ പോലും ഇറങ്ങാതാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തികച്ചും ഇവിടുത്തെ സ്റ്റാറ്റ്യൂട്ടിൻ്റെ വയലേഷനാണ്. രണ്ടാമത്, അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു രജിസ്ട്രാർക്ക് ചുമതല കൊടുത്തായിരുന്നല്ലോ, JR1 അഡ്മിനിസ്ട്രേഷൻ, ഹരികുമാർ. അദ്ദേഹത്തെ ആ സീറ്റിൽ നിന്ന് മാറ്റി. കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് 1977, ചാപ്റ്റർ 2, സ്റ്റാറ്റ്യൂട്ട് 40A ക്ലോസ് 1, അതിനകത്ത് പറയുന്നു, ഇറ്റ് ഷാൽ ബി കോമ്പിറ്റന്റ് ഫോർ ദ സിൻഡിക്കേറ്റ് ടു അപ്പോയിന്റ് JR എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു JRനെ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് സിൻഡിക്കേറ്റിനാണ്. അവിടെയും സിൻഡിക്കേറ്റിന്റെ അവകാശത്തെ കവർന്നെടുത്തിരിക്കുകയാണ് ഇദ്ദേഹം.